നടക്കാണ്. അപ്പൊ ഒരു ചാൻസ് കിട്ടിയേക്കാണ് പുറത്തേക്കൊന്ന് കറങ്ങാൻ. അപ്പൊ നിങ്ങൾ നേരെ എറണാകുളത്തപ്പം ഗ്രൗണ്ടില് ഇങ്ങനെ ഒരു എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പിള്ളേരെയും കൊണ്ട് പോവാണ്. എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ഇനി അവിടെ വെച്ച് കാണാം. ഇങ്ങനെയൊക്കെ ഓരോരോ മുട കിട്ടുമ്പോൾ പുറത്തു പോകുമ്പോഴും ഇവർക്കും ഭയങ്കര സന്തോഷമായിട്ട്. ഇവർക്കും നമ്മളൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടാറില്ല. അപ്പോൾ ഞങ്ങൾ നേരെ പിള്ളേരെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ ഇവിടെ വരാമെന്ന് വെച്ചു. ഇവിടെ ഓരോ ആൾക്ക് എൻട്രി ഫീ 150 rupees വെച്ചാണ് വരുന്നത്. 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫ്ലവേഴ്സും പിന്നെ ബട്ടർഫ്ലൈ, ലേഡി ബഗ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലതാട്ടോ ഇത്. പിള്ളേർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ഇതൊക്കെ കാണുമ്പോൾ തന്നെ. ഞങ്ങൾ അവിടെ എത്തിയത് ഒരു 5 മണിയായപ്പോഴാണ് എത്തിയത്. ഈ വാട്ടർഫോൾസ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 4-4:30 ആകുമ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ പോയ ടൈമിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നുള്ളൂ, ഭയങ്കര കൺജസ്റ്റഡ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ഇതാണ് അവിടെ വാട്ടർഫോൾസിൻ്റെ ആ ഒരു എൻട്രൻസ് വരുന്നത്. പക്ക നമ്മുടെ മറ്റേ ദുബായ് എക്സ്പോ പോലെ തന്നെയാണ് ഈ സംഭവം വന്നിരിക്കുന്നത്. ഇപ്പം ദുബായിലൊക്കെ പോയി ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്നിട്ടും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ചാൻസാണ്. നല്ലതാട്ടോ. ഈ കാണുന്ന ഈ ഒരു തിരക്ക് ഒന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഈ കാണുമ്പോൾ അയ്യോ ഭയങ്കര തിരക്കുന്നു, പക്ഷെ ഇങ്ങനെ ഒരു തിരക്കൊന്നുമില്ല. നമുക്ക് അതിൻ്റെ അടുത്ത് പോയി നല്ല രീതിയിൽ നിന്ന് പിള്ളേർക്ക് കളിക്കാനും നമുക്ക് നിൽക്കാനും ഒക്കെ അത്യാവശ്യം സ്ഥലവും ഗ്യാപ്പൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവിടെ ഒരു റെഡ് കളർ ലൈനൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലേക്കൊന്നും പോകരുതെന്നുള്ളത്. കാരണം പെട്ടെന്ന് സ്ലിപ്പായിട്ട് താഴത്തേക്ക് വീണു പോകും. അപ്പോൾ ഈ ഇളയാൾക്ക് ഇച്ചിരി മടിയുണ്ടായിരുന്നു. ആൾക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ആൾക്ക് മറ്റേ കാറൊക്കെ ഓടിക്കാനായിരുന്നു താല്പര്യം. പിന്നെ പയ്യെ അവൾ വെള്ളത്തിൽ കളിച്ച് കാലൊക്കെ ഒന്ന് നനച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് ആൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആളങ്ങ് ഫുൾ കിടപ്പായി അവിടെ. പിന്നെ കുറേ പിള്ളേർക്ക് ഇതിൽ കളിക്കണോണ്ട് വെള്ളം വലിയ ഹൈജീൻ പരിപാടിയൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാക്സിമം പിള്ളേർ ഇത് വായിലേക്ക് വെള്ളം ഇടാണ്ടിരിക്കാൻ നോക്കുക. പക്ഷേ എൻ്റെ ആൾ ഫുൾ ടൈം വായിൽ വെള്ളം ഇടുന്നുണ്ടായിരുന്നു. ഇത്ര ക്രൗഡിൻ്റെ ഇടയിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാനും പറ്റില്ല. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ജോഡി ഡ്രസ്സ് എക്സ്ട്രാ എടുക്കുന്നതാണ് നല്ലത്. കാരണം എല്ലാവരും നനഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ അവിടെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഡ്രസ്സ് പിള്ളേർ ചേഞ്ച് ചെയ്യിപ്പിക്കാൻ എനിക്ക് ഭയങ്കര കൺസേൺ ആണ് ഞാൻ ആ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഡ്രസ്സുകളൊക്കെ എടുത്ത് കാറിൽ തന്നെ വെക്കുക ചെയ്തത്. അപ്പോൾ കാറിൽ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് എൻട്രി ചെയ്യണമെങ്കിൽ അവർ ടോക്കൺ തരും. അത് വെച്ചിട്ട് കയറിയാൽ മതി. രണ്ടാമത് പാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ കയറി. ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ കാണാം. Children, bye.